ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് മുന്നേ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു മിനി കേക്ക് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മിനി കേക്ക് ഡെക്കറേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇതുപോലൊരു കുഞ്ഞൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു കുഞ്ഞൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg അളവിലുള്ള ബാറ്റർ ഉണ്ടാക്കിയിട്ട് 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ചിട്ടുണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ അതൊരു 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞ് റൗണ്ട് ആക്കിയിട്ട് ഒരു ലെയറിൽ നിന്ന് 2 റൗണ്ട് ആക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള പീസൊക്കെ വേണമെന്ന് നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ജാർ കേക്കൊക്കെ ഉണ്ടാക്കില്ല, ആ രീതിയിലൊക്കെ ചെയ്തെടുക്കട്ടെ. ബാക്കിയുള്ള പീസ് കളയൊന്നും വേണ്ട, അല്ലെങ്കിൽ വെറുതെ കഴിക്കാമെന്ന് അങ്ങനെയും കഴിക്കാം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഗ്ലാസ്സിലാക്കിയിട്ട് ജാർ കേക്ക് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 ലെയറിൽ നിന്നും ടോട്ടൽ ഞാൻ 6 ലെയർ കേക്ക് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റുള്ള കേക്കായിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്, ബേസൊന്നും എടുത്തിട്ടില്ല, ട്രേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തു. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ക്രീം ഞാൻ കളറൊക്കെ ചേർത്ത് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് ക്രീമൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഒരു കളറിലാണ് ഈ ഒരു കേക്കും ഇരിക്കുന്നത്. ഒരു ഓറഞ്ചും യെല്ലോ ഒക്കെയാണ്. അപ്പോൾ അതിന് രണ്ടൊന്നും മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മിൽക്ക് കോമ്പൗണ്ടും അതുപോലെ വൈറ്റ് കോമ്പൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് കേക്കാണ് കേട്ടോ. വീട്ടിലേക്ക് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായപ്പോൾ അതെല്ലാം ഞാൻ കഴിഞ്ഞ കേക്കിലൊക്കെ ഉണ്ടാക്കിയിരുന്നതൊക്കെ ഉണ്ടായപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അങ്ങനെ 6 ലെയർ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് ഐസിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, നല്ല ഹൈറ്റും ഉണ്ട്, അതുപോലെ വീതിയൊന്നും ഇല്ലാത്ത കേക്കല്ലേ. അപ്പോൾ ഐസിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു കേക്ക്. നല്ല ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡൊക്കെ യൂസ് ചെയ്താൽ മതി. ഫിനിഷ് ചെയ്തെടുക്കുന്ന സമയത്ത് സ്പാച്ചുല വർക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ബ്രഷിൻ്റെ അതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാനും പറ്റും. ക്രം കോട്ടിങ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായതിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഓയിൽ സ്പാച്ചുല വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ഈ കുഞ്ഞ് സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസൊക്കെ ഇതുപോലത്തെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ സ്പാച്ചുല ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ടിട്ടുള്ള ആ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഈ ഡിസൈൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല. സെറ്റാകുന്നതിന് മുന്നേ തന്നെ ഒരു ഡിസൈൻ വെക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് ഇതുപോലെ ഒരു ഫ്ലവറും വെക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷയിൽ യെല്ലോ കളർ ചേർത്തിട്ടുള്ള അതും കഴിഞ്ഞ കേക്കിൽ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഒന്ന് ചുമ്മാ ഒരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് അതൊന്ന് ഇങ്ങനെ ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം കേട്ടോ അത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റായതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് 6 ലെയറുള്ള ഒരു കുഞ്ഞൻ കേക്കാണ്. അപ്പോൾ ഇത് ഹൈറ്റ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ വേണമെങ്കിൽ സ്ക്യൂറൊക്കെ വെച്ചിട്ട് വീഴൊന്ന് പേടിയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ ടോൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കുഞ്ഞൻ കേക്കിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാവും, കാണാനും ഭംഗിയായ കുഞ്ഞ് കേക്കല്ലേ, അപ്പോൾ കാണാനും ഭംഗിയുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.